നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യം ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. കുറേ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. ഒന്ന് എണ്ണൽ സംഖ്യകൾ ഓർ നിസർഗ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പോകും എണ്ണൽ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകളാണ് അടുത്തത്. സീറോയിൽ സ്റ്റാർട്ട് ചെയ്യും. എണ്ണൽ സംഖ്യകളോടൊപ്പം തന്നെ സീറോയിൽ സ്റ്റാർട്ട് ചെയ്താൽ 0, 1, 2, 3 അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ അതെന്താണ്? അഖണ്ഡ സംഖ്യകളായി, ഹോൾ നമ്പേഴ്സ്. അടുത്തത് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 അങ്ങനെ പോകും, ആണ് ഇരട്ട സംഖ്യകൾ. ഒറ്റ സംഖ്യകൾ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യകൾ. അടുത്തത് ഭാജ്യസംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഭാജ്യസംഖ്യകൾ 4, 6, 8, 9 ഇതാണ് ഭാജ്യസംഖ്യകൾ. ഇങ്ങനെ പോകുന്നതാണ് ഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യകളെന്ന് വെച്ചാൽ ഒരു സംഖ്യയ്ക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യയായിരിക്കും. ഇപ്പോൾ 4 അതിന് 2ൽ കൂടുതൽ, 1 × 4 4 ആണ്, 2 × 2 4 ആണ്. അങ്ങനെ 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യയായിരിക്കും. അടുത്തത് പ്രൈം നമ്പേഴ്സ്, അഭാജ്യസംഖ്യകൾ. അഭാജ്യസംഖ്യകൾ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും അതേ സംഖ്യയും മാത്രം വന്നാൽ അത് ഒരു അഭാജ്യസംഖ്യയായിരിക്കും. അഭാജ്യസംഖ്യ കണ്ടുപിടിക്കാൻ പല മെത്തേഡുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ 6ൻ്റെ ടേബിൾ അറിയാമെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഒരു 16 വരെ നമ്മൾ ഓർത്ത് വച്ചേക്കണം. അപ്പോൾ എളുപ്പത്തിൽ പ്രൈം നമ്പേഴ്സ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, 1 × 6 6 ആണ്, 2 × 6 12 അങ്ങനെ നമ്മൾ ഓർത്ത് വച്ചേക്കണം. ആദ്യത്തെ പ്രൈം നമ്പർ 2, രണ്ടാമത്തെ ടി. ആദ്യത്തെ 2, രണ്ടാമത്തെ 3. അപ്പോൾ ഇതിന് ഘടകം ഒന്നും അതേ സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് തൊട്ട് നമുക്ക് ഈ ടേബിളിൽ നിന്ന് എഴുതാൻ പറ്റും. 1 × 6 6 ആണ്, അപ്പോൾ അതിന് മുൻപും ശേഷമുള്ള നമ്പർ ആയിരിക്കും. പിന്നെ നമ്മൾ 5 വരുന്നത് എടുക്കാൻ പാടില്ല. അതുപോലെ 49, 7 × 7 49 ഉണ്ട്, അതൊന്നും എടുക്കാൻ പാടില്ല. 1 × 6 6 ആണ്, അപ്പോൾ അതിന് മുൻപുള്ള നമ്പറാണ് 5. ആദ്യത്തെ 5 നമുക്ക് എടുക്കാം. പിന്നെ അതിന് ശേഷം 35, 25 അങ്ങനെയൊന്നും വരുന്നത് എടുക്കാൻ പാടില്ല. 5 നെക്സ്റ്റ് നമ്പർ, 6ന് ശേഷമുള്ളത് 7. അടുത്തത് 2 × 6 12. 12ന് മുൻപും ശേഷമുള്ളത് 11ഉം 13ഉം. 18ന് മുൻപും ശേഷമുള്ളത് 17, 19 ഇങ്ങനെ നമുക്ക് ഓരോ നമ്പറും നോക്കി കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. അടുത്ത നമ്പർ 23. 25 വരില്ല, 5 ഉള്ളത് വരില്ല. അപ്പോൾ അടുത്തത് 29, 31. പിന്നെ 35 വരില്ല, 36ൻ്റെ അല്ല, അപ്പോൾ 30യുടെ 31, 29ഉം 31ഉം വരും. അടുത്ത 36ൻ്റെ 35 വരില്ല, അപ്പോൾ അടുത്ത നമ്പർ 37 വരും. അടുത്ത നമ്പർ 37, 41, 43, 47, 49 ഇല്ല. 7 × 7 49 ആയതുകൊണ്ട് 49 ഇല്ല. 53, 55 വരില്ല. 59, 61, 65 വരില്ല. 67, 71, 73, 77 വരില്ല. 11 × 7 77 ആയതുകൊണ്ട് 79, 83, 85 വരില്ല. 89, 97 ഇങ്ങനെ പ്രൈം നമ്പേഴ്സ് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യ 60 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ n × n+1/2 എന്നാണ്. അപ്പോൾ അതിൽ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യ 50 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അപ്പോൾ n ഇവിടെ 50 ആണ്. ഇവിടെ 50 × 50 + 1 51, 50/51/2.
സോറി ഇവിടെ 60 ആണ്. അപ്പോൾ 60 ഇൻറ്റു 61/2. 60 എണ്ണൽ സംഖ്യകളുടെ തുക ആയതുകൊണ്ട് 60 ഇൻറ്റു 60 + 1 61/2. ഇത് ക്യാൻസൽ ചെയ്യാം 30. അപ്പോൾ ആൻസർ 61 ഇൻറ്റു 3 1830. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ 60 ഇരട്ട സംഖ്യകളുടെ തുക. ഇരട്ട സംഖ്യകളുടെ n ഇരട്ട സംഖ്യകളുടെ തുക ആദ്യത്തേതാണ്. ആദ്യ n ഇരട്ട സംഖ്യകളുടെ തുക ആദ്യം വരുന്ന 60 ആണെങ്കിൽ 60, 50 ആണെങ്കിൽ 50, എത്രയായാലും ആദ്യ n ഇരട്ട സംഖ്യകളുടെ തുക n ഇൻറ്റു n+1 ആണ്. അപ്പോൾ ഇവിടെ 60 ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ 60 ഇൻറ്റു 61 ആണ് ആൻസർ. 61 ഇൻറ്റു 6 3660. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ 20 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യ n ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ n² ആണ്. അപ്പം ആദ്യ 20 ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നത് 20². 20 × 20 420. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യ 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. ആദ്യ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. n എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അവിടെ 6 ഇൻറ്റു n+1 7 ഇൻറ്റു 2n+1 2 ഇൻറ്റു n+1 12+1. 6 ഇൻറ്റു 7 ഇൻറ്റു 12+1/6 എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ 6 ഇൻറ്റു 7 ഇൻറ്റു 13/6. 6 6 ക്യാൻസൽ. 13 ഇൻറ്റു 7 91 എന്ന ആൻസർ വരും.